നമുക്ക് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നല്ല ചൂടുള്ളത് കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹമായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ പോയി അങ്ങ് ഉണ്ടാക്കി ഒരു ഇൻസ്റ്റഗ്രാം റീലും എടുത്തു. അപ്പോൾ ഇതാ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം വറുത്തിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക, എന്നിട്ട് കഴുകിയെടുക്കുക. കഴുകിയ ശേഷം ഒരു 20 മിനിറ്റ് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. 3 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ. അതായത് ഒരു കപ്പ് പരിപ്പിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെയോ അല്ലെങ്കിൽ 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ശർക്കര ഒരു 3 ക്യൂബ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിലോട്ടുള്ള സ്പൈസസിനായിട്ട് ഏലയ്ക്ക, ചെറിയ ജീരകം, പിന്നെ ചുക്ക്, ഇത് 3 കൂടിയാണ് വേണ്ടത്. ഞാൻ ചുക്ക് പൊടി, അതായത് ജിഞ്ചർ പൗഡർ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഏലയ്ക്കും ചെറിയ ജീരകം കൂടി കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ചുക്ക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര അവിടെ മെൽട്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ പരിപ്പ് അവിടെ വെന്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഈ ശർക്കര മെൽട്ടായത് ചേർത്ത് കൊടുക്കുക. ഇനി പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് കമ്പൈൻ ആക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് എക്സ്ട്രാ മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് ശർക്കര ആയിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പാകും കേട്ടോ. പിന്നെ സ്പൈസ് പൗഡേഴ്സും ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിമിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വേണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1.5 കപ്പോ 1.25 കപ്പോ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുക. തിളച്ച് മറിയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിട്ട് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസം എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ.